പേട്രിയോട്ട് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോൻ, നയൻതാര, രേവതി അങ്ങനെ താര സമ്പന്നമായ ചിത്രം മെയ് 1 കൺഫേം റിലീസാണ്. ഇടയ്ക്ക് സെൻസറിങ്ങിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഡ്യൂറേഷൻ 3 മണിക്കൂറും 25 സെക്കൻഡുമാണ് സിനിമയുടെ. 3 മണിക്കൂർ ഗംഭീര സിനിമയാണെങ്കിൽ പറയണ്ടല്ലോ. എല്ലാവരും നല്ല ഗംഭീര അഭിനേതാക്കൾ, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല ഗംഭീരമായിട്ട് നമ്മുടെ മഹേഷ് നാരായൺ റെഡിയാക്കിയാൽ സൂപ്പറാണ്. കാരണം മഹേഷ് നാരായൺ നല്ലൊരു എഡിറ്ററാണ്. വിശ്വരൂപം പോലുള്ള സിനിമകൾ വരെ എഡിറ്റ് ചെയ്ത കമലഹാസൻ്റെ എഡിറ്റ് ചെയ്തൊരു കക്ഷിയാണ്. അന്നേരം എവിടെയൊക്കെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ സംവിധാനം. സുഷീൻ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം സൂപ്പറായിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. ഇതിനകത്ത് ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനകത്ത് 4-5 ഫൈറ്റ് സീക്വൻസുകളുണ്ട്. അതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള അതിനകത്ത് 1-2 എണ്ണം ഗംഭീരമായി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് റൂമേഴ്സാണ്, സ്ട്രോങ് റൂമേഴ്സാണ്. നന്നായി വരട്ടെ, എല്ലാ ഫൈറ്റ് സീക്വൻസും നന്നായിട്ട് വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി മമ്മൂട്ടി പറഞ്ഞ പോലെ, ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇമോഷണൽ സീക്വൻസുകൾ മമ്മൂട്ടി മോഹൻലാലായിട്ടുള്ളതൊക്കെ നല്ലപോലെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ കണ്ടന്റ് വൈസ് ഒരു വ്യത്യസ്തത നയിക്കും. അതുപോലെ തന്നെ മത്സരിച്ച് എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കും എന്നുള്ള സംശയമില്ല. മോഹൻലാൽ ആണെങ്കിലും ഗംഭീര പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത്. ഫഹദ് ഫാസിലായാലും കുഞ്ചാക്കോവനും എല്ലാം സ്ത്രീ കഥാപാത്രങ്ങൾ ചെറിയ സീനിൽ വരുന്നവർ പോലും ഗംഭീരമാകുമെന്ന് മമ്മൂട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഇവരെല്ലാം ഗംഭീരമാകാൻ ചാൻസ് തന്നെ ഉണ്ട്. അന്നേരം ഇതെല്ലാം ഗംഭീരമായാൽ പേട്രിയോട്ടും മലയാള സിനിമയിലൊരു തരംഗമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.